പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ നമ്മൾ ബലഹീനതയും ഭയവും നിരാശയും അനുഭവിക്കുന്നുണ്ട്. സത്യമല്ലേ? ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വീണ്ടും ഉയർത്തുന്നത്. പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ബൈബിൾ നമ്മോട് പറയുന്നത്, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഏശയ്യ 41:10 ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. സഹോദരങ്ങളെ, ദൈവം നമ്മെ ബലപ്പെടുത്തുന്നവനാണ്. നമ്മൾ ക്ഷീണിച്ചാലും ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പക്ഷേ ദൈവം നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. ഫിലിപ്പിയർ 4:13 പറയുന്നു: എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ ഞാൻ എല്ലാം ചെയ്യുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശക്തി നമ്മുടെ കഴിവുകളിൽ നിന്നല്ല, യേശു ക്രിസ്തുവിൽ നിന്നാണ് എന്നതാണ്. സഹോദരങ്ങളെ, പലർക്കും ഇന്ന് മനസ്സിൽ ഭാരമുണ്ട്. ചിലർ സാമ്പത്തിക പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നു, ചിലർ രോഗം കാരണം നിരാശപ്പെടുന്നു, ചിലർ കുടുംബ പ്രശ്നങ്ങൾ കാരണം മനസ്സിൽ തകർന്നിരിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മെ വീണ്ടും ഉണർത്തുന്നു. മത്തായി 11:28 പറയുന്നത് വെച്ച്, പ്രയാസപ്പെടുന്നവരും ഭാരപ്പെട്ടവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ വിശ്രമിപ്പിക്കും. മത്തായിയുടെ 11:28 പറയുന്നതാണ്. എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരാനാണ് ദൈവം നമ്മോട് പറയുന്നത്. എത്ര പേര് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്? എത്ര പേര് 100% ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്നുണ്ട്? സംശയമില്ലാതെ, ദൈവത്തെ സംശയിക്കാതെ, ചെയ്തു തരുമോ എന്ന് സംശയിക്കാണ്ട് എത്ര പേര് ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു? 100% ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അതിന് ഉത്തരം അരുളിയിരിക്കും. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്, അതാരും മറക്കേണ്ട. യേശു നമ്മെ വിളിക്കുന്നു. നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ജീവിതത്തിൽ കാറ്റും കൊടുങ്കാറ്റും വരും. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും തകർന്നു പോകില്ല. സങ്കീർത്തനം 46:1 പറയുന്നത്, ദൈവം നമ്മുടെ അഭയവും ശക്തിയുമാകുന്നു, കഷ്ടതകളിൽ എപ്പോഴും ലഭിക്കുന്ന സഹായം. ഈ ലോകം നമ്മെ വിട്ടുപോയാലും ദൈവം നമ്മെ ഒരിക്കലും വിടുകയില്ല. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ ശക്തിയില്ല. എന്നാൽ ദൈവം പറയുന്നു, യഹോവയെ പ്രതീക്ഷിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് വിരിച്ചു ഉയരും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ വീണ്ടും വീണ്ടും ഉയരും. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ തോൽപ്പിക്കാനല്ല, ജയിപ്പിക്കാനത്രേ വിളിച്ചിരിക്കുന്നത്. നമ്മെ സ്നേഹിച്ചവൻ്റെ മുഖാന്തരം ഇതെല്ലാറ്റിലും നാം ജയം നേടുന്നവരാണ്. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഓർക്കുക, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിന് ഒരു നല്ല പദ്ധതിയുണ്ട്. നിങ്ങൾക്കായി ഞാൻ കരുതുന്ന പദ്ധതികളെ ഞാൻ അറിയുന്നു. അവ നമ്മുടെ പദ്ധതികളാണ്. അവ നന്മയുടെ പദ്ധതികളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരാശപ്പെടരുത്.
വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതിനാൽ നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. അവൻ നമ്മെ ശക്തിപ്പെടുത്തും, അവൻ നമ്മെ നയിക്കും, അവൻ നമ്മെ ജയത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.